എ സമ്പത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എ സമ്പത്ത്, പക്ഷേ കേരളത്തിൻ്റെ ആംഗിൾ നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഇതാ വരാൻ പോകുന്നു എന്ന പ്രതീതിയായിരുന്നു. എയിംസിൻ്റെ കാര്യത്തിൽ ആലപ്പുഴയിൽ വേണോ അതോ തൃശ്ശൂരിൽ വേണോ എന്ന സംശയമായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ച അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി അതിനപ്പുറത്തേക്ക് മറ്റൊന്ന് കേന്ദ്രം ആലോചിക്കുന്നുവെന്ന് ഈ ശ്രീധരൻ തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇതൊന്നും കാണുന്നില്ല. അങ്ങയുടെ പ്രതികരണം എന്താണ്? ശ്രീമതി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ച അവരുടെ തുടർച്ചയായ 9ാമത്തെ ബഡ്ജറ്റ് ഇന്ത്യയുടെ ഭരണഘടന അത്തരത്തിൽ യൂണിയൻ ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ള ചുമതല അനുസരിച്ച് ഭാഗം 5 അധ്യായം 2 പ്രതിപാദിച്ചിട്ടുള്ള അനുസരിച്ചിട്ടുള്ള ചുമതല നിർവഹിച്ചിട്ടുള്ള ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് താങ്കളുടെ ചോദ്യത്തിന് വളരെ ഹ്രസ്വമായി 2 വാക്കുകളിൽ ഞാൻ മറുപടി പറയാം. ഇത് മിസറബിൾ ആൻഡ് ഹൊറിബിൾ എന്ന് വേണം ഈ ബഡ്ജറ്റിനെ പറയാൻ. എന്തുകൊണ്ട് എന്നുള്ളതിന് ഞാനൊരു 2 മിനിറ്റ് എടുക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിലെ പൊതുസമ്പത്തിൻ്റെ കൊള്ളയടി, സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ പോരാ, കൊള്ളയടി അഭംഗുരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ 500 കോർപ്പറേറ്റ് ഹൗസുകൾ എടുക്കുക, 500 കമ്പനികളെ എടുക്കുക. ആ പിരമിഡിൻ്റെ ഏറ്റവും മുകളിലുള്ള 10 കോർപ്പറേറ്റ് ഹൗസസിന് വേണ്ടിയിട്ടാണ് ഈ ബഡ്ജറ്റ്. അതായത് ഈ ബഡ്ജറ്റ് എന്നുള്ളത് ഇറ്റ് ഈസ് എ ബഡ്ജറ്റ് ഫോർ ദ കോർപ്പറേറ്റ്സ്, ഓഫ് ദ കോർപ്പറേറ്റ്സ് ആൻഡ് ബൈ ദ കോർപ്പറേറ്റ്സ് എന്നുള്ളതാണ്. ഈ ജനങ്ങളുടെ കയ്യിലെ റിയൽ പർച്ചേസിംഗ് പവർ, യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ കയ്യിൽ അവർക്ക് ചെലവഴിക്കാനായി അവരുടെ ദൈനംദിന ജീവിതത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നതായിട്ടുള്ള പണത്തിൻ്റെ രൂപയാണ് നമ്മുടെ കറൻസി. അതിൻ്റെ മൂല്യം ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവരുടെ വരുമാനത്തിൽ കാര്യമായ വർധനവ് ഉണ്ടാകുന്നില്ല. സ്ഥിരം തൊഴിലുകൾ അപ്രത്യക്ഷമാകുകയും കരാറുവൽക്കരണം, ഇപ്പോൾ ഗിഗ് വർക്കേഴ്സും ഒക്കെയായി അത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പൊതുമേഖല അത്തരത്തിൽ സ്വകാര്യവൽക്കരിക്കപ്പെടുക, തീരെഴുതപ്പെടുക, കൊള്ളയടിക്കപ്പെടുക എന്ന് പറയുമ്പോൾ സാമൂഹ്യ നീതി തന്നെ അപ്രത്യക്ഷമാവുകയാണ്. അപ്പോൾ സാമ്പത്തികമായ പിരമിഡ് എന്നുള്ളത് ഇപ്പുറത്തേക്ക് സാമൂഹ്യമായ പിരമിഡിലേക്ക് കൂടി താങ്കൾ നോക്കണം. ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു മണി ബില്ലാണ് എന്നുള്ള നിലയിൽ പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ, ഇതൊരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ള നിലയിൽ പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 110, 112, 113 അനുസരിച്ചുള്ള തങ്ങളുടെ അധികാരങ്ങൾ ഉപയോഗിക്കുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞാൽ അതിൽ ഹൗസ് ഓഫ് ദ പീപ്പിൾ, അത് ലോക്സഭയിലാണ് അവതരിപ്പിക്കേണ്ടത്. ലോക്സഭയിൽ പാസ്സാക്കപ്പെട്ടാൽ മതി. അല്ലാതെ ഇപ്പോൾ കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ്സ് എന്നുള്ള നിലയിൽ രാജ്യസഭയിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഈ ഭരണഘടനാപരമായിട്ടുള്ള പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ആ പ്രക്രിയകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യ രാജ്യത്തെ നമ്മുടെ ഇതിൽ എത്രയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കടം? കേരളത്തിന് അർഹമായത് ലഭിച്ചില്ല എന്നുള്ളത് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഇപ്പോൾ പറയുകയുണ്ടായി. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ പല ചർച്ചകളും നടക്കുകയുണ്ടായി. എന്നോടടക്കം പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ദി ബഡ്ജറ്റ് എന്നുള്ളത് ഇറ്റ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് സാങ്ക്ടിറ്റി എന്നുള്ളത്. നമ്മളൊരു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു പരിപാവനത, അതിൻ്റെ ഒരു പരിശുദ്ധി, അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി, അതൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു മിഷനറിയുടെ ഭാഗമായിരിക്കണം. ബഡ്ജറ്റിലെ അലോക്കേഷൻ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഞാനിപ്പോൾ വളരെ കുറച്ച് നേരമല്ലേ ഉള്ളൂ, ബഡ്ജറ്റ് അലോക്കേഷൻ കഴിഞ്ഞ വർഷവും അതിനു മുമ്പുമെല്ലാം പകുതിയാവുമ്പോൾ, മിഡ് ടേം ആകുമ്പോൾ അതിനൊരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വരും. ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വരും. വെട്ടിക്കുറയ്ക്കലാണ് വീണ്ടും വരിക. അത് കഴിഞ്ഞിട്ട് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എപ്പോഴാണ് എന്ന് ഞങ്ങൾ പറയാറുള്ളത് BE, RE, AE എന്നൊക്കെയാണ് ഇതിന് പാർലമെൻറ്റേറിയന്മാർ പറയാറുള്ളതൊക്കെ ആയിട്ടുള്ള ചുരുക്കപ്പേരുകൾ, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും. ഈ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് അത്തരം അവിടെ വകയിരുത്തിയിട്ടുള്ളത് ഒന്ന് വിലയിരുത്തി നോക്കുക. കാർഷിക മേഖലയിലെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് കുറഞ്ഞ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എത്ര, ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് നേരം എടുക്കേണ്ടി വരും. 1. 2, നമ്മുടെ പൊതുമേഖല ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ അത്തരത്തിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ അവിടെ വകയിരുത്തിയത് എത്രയാണ്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എത്രയാണ്, അവിടെ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്. ഗ്രാമീണ മേഖലയിൽ, നമ്മുടെ ഗ്രാമീണ മേഖലയിലാണല്ലോ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യത്തിൻ്റെ ഇത് വരുന്നത്. അതിൻ്റെ പേരൊക്കെ മാറ്റി G എന്നാക്കിയാലും എന്ത് പേരിലേക്ക് ഇത് കൊണ്ടുവന്നിരുന്നാലും എന്താ ചെയ്തിട്ടുള്ളത്? ഫെഡറൽ സംവിധാനത്തിൻ്റെ കടകൾ കത്തിവെക്കുന്ന നിലയിലേക്ക് പൂർണ്ണമായ ഒരു യൂണിയൻ ഗവൺമെൻറ്റിൻ്റെതായ ഒരു പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരുന്നതിൻ്റെ 40% ഇതിൻ്റെ സാമ്പത്തിക ഭാരവും സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എന്ന് ഞാൻ പറയാം, ഉൾപ്പെടെ എന്ന് അടിവരയിട്ട് പറയാൻ കാരണം NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള തെലുങ്കുദേശം പാർട്ടി തന്നെ ആവശ്യപ്പെടുകയാണ് അവർക്ക്
ഈ ബഡ്ജറ്റ് കാലയളവിൽ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇവർ പറഞ്ഞിട്ടുള്ള നിലയിലേക്ക് ഇത് നടപ്പാക്കണമെങ്കിൽ 2500 കോടി രൂപ അധികമായി ഇതിനാണ് നൽകണം എന്നുള്ളത്. അത് വിവിധ സംസ്ഥാനങ്ങൾക്ക് ഇത്തരം നൽകേണ്ടതായിട്ടുണ്ട്. ഇനി കേരളത്തെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ കേരളം എന്താ ഈ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ പുറമ്പോക്കിലാണോ? കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളെ വികസനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമോ അതല്ല ഇതിൻ്റെ എല്ലാം കൂമ്പൊടിച്ച് കളയണോ? അതാണോ ചെയ്യേണ്ടത്? ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന ദൃഢനിശ്ചയം എടുത്തതുപോലെയാണ് ഇന്ത്യ ഗവൺമെന്റ് പെരുമാറുന്നത്. അല്ല, നേരത്തെ ജോൺ ബ്രിട്ടാസിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ജോൺ ബ്രിട്ടാസിന്റെ ഒരു പ്രതികരണം വരുന്നുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന് ഈ ബജറ്റ് കഴിഞ്ഞ ഉടനെ. കേരളത്തിനോട് എന്തോ ഒരു മമതക്കുറവുണ്ട്, അങ്ങനെ ഫീൽ യഥാർത്ഥത്തിലുണ്ട്. അങ്ങ് ദീർഘകാലം ഡൽഹിയിൽ MP ആയിരുന്ന ആളാണല്ലോ. ഇപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട് എയിംസിന്റെ ആവശ്യം വരുന്നു. എയിംസ് തൃശ്ശൂരിലാണോ ആലപ്പുഴയിലാണോ എന്നതൊക്കെയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി ബന്ധം. അതായത് ഭരണത്തിൻ്റെ ഭാഗമായ MP-യുടെ ഭാഗത്തുള്ള പ്രതികരണങ്ങളിലെ വലിയ കൗതുകമായിരുന്നു. പക്ഷേ ഇത് എയിംസില്ല. ഇനിയിപ്പോൾ ബജറ്റിന് പുറത്ത് എയിംസ് അനുവദിക്കുന്ന വലിയ തടസ്സമൊന്നുമില്ല, വേണമെങ്കിൽ ആ പ്രഖ്യാപനം നടത്താം. പക്ഷേ കേരളവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളെ സൂക്ഷ്മമായി പ്രധാനമന്ത്രിയും അമിത്ഷായും ഉൾപ്പെടെ നേരിട്ട് വീക്ഷിക്കുന്നിടയിലാണല്ലോ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഈ ബജറ്റിൻ്റെ ഭാഗമായി വരാതെ വരുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ടുള്ളതുമാണ്. ഇപ്പോൾ ഒരു വലിയ വിശാലാർത്ഥത്തിൽ ബജറ്റിനെ സമീപിക്കുന്നതിന് കേരളത്തിൻ്റെ ആംഗിൾ കൂടി കാണുമ്പോൾ എന്തുകൊണ്ട് കേരളം അവഗണിക്കപ്പെടുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? സിൽവർ ലൈൻ അല്ലെങ്കിൽ റെയിൽ, റാപ്പിഡ് റെയിൽ പദ്ധതി, അതുമല്ലെങ്കിൽ അതിവേഗ പാത എന്ന ഈ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന കൺസെപ്റ്റ് ഏതിലെങ്കിലും ഒരു പരാമർശം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു, പ്രതീക്ഷിച്ചതാണ്. ഒരു പ്രസിദ്ധമായൊരു വാചകമുണ്ട്, വേദപുസ്തകത്തിലേതാണ്. നസറേത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് ആ വാചകം. ബൈബിൾ വായിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് BJP അത്തരത്തിൽ അവരുടേതായ കൈപ്പിടിയിൽ ഒതുക്കി വച്ചിരിക്കുന്ന ഒരു കാലത്ത് ഈ പഴയ കാലത്തെ പല കാര്യങ്ങളും പറയുന്നു. നീ അല്ല എങ്കിൽ നിൻ്റെ പിതാവ് ഈ വെള്ളം കലക്കി എന്ന് അങ്ങനെ ഈ ചോരക്കൊതിയനായ ചെന്നായി ആട്ടിൻകുട്ടിയോട് പറയുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പറയേണ്ടതില്ല. പ്രധാനമന്ത്രി പറന്നു വന്നു അല്ലേ, വയനാട്ടിൽ ദുരന്തമുണ്ടായി, കൊച്ചുകുട്ടിയെ കെട്ടിപ്പിടിക്കുന്നു. ലോകത്തെമ്പാടും അത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതായ ഫോട്ടോയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പ്രകീർത്തിക്കുകയുണ്ടായി. എന്തായിരുന്നു നൽകിയ സഹായം? വായ്പ എഴുതിത്തള്ളാൻ പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം ഇടപെട്ടിട്ട് പോലും ഒരു നയാ പൈസയുടെ വായ്പ എഴുതിത്തള്ളാൻ തയ്യാറാകാത്തതായിട്ടുള്ള ഒരു ഇന്ത്യ ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ, പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ വിദേശത്ത് നിന്നടക്കം നമുക്ക് അത്തരത്തിൽ സഹായം ഉണ്ടാകുമായിരുന്നത്, അത്തരത്തിൽ നല്ല മനുഷ്യത്വത്തിൻ്റെ കനിവുകൾ ഉണ്ടാകുമായിരുന്നത് തട്ടിത്തെറിപ്പിച്ചവർ അതേ ഗവൺമെൻറ് തന്നെ മഹാരാഷ്ട്രയ്ക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകിയില്ലേ? ഇതെന്താ കാണിക്കുന്നത്? ഞങ്ങൾ വോട്ട് ചെയ്താൽ, ഞങ്ങളെ വിജയിപ്പിച്ചാൽ, ഇല്ല എങ്കിൽ ഇതെന്താ ഈ യജമാനനും അടിമയും തമ്മിലുള്ള ബന്ധമാണോ? ആണോ? അങ്ങനെയാണോ? ഈ അധികാരിയും അധികാരിയുടെ കീഴിലുള്ള കീഴാളനും തമ്മിലുള്ള ബന്ധമാണോ? അങ്ങനെയാണോ? പഴയ ബ്രിട്ടീഷ് കോളനി ആയിരുന്ന കാലത്ത്, ബ്രിട്ടീഷ് രാജാവിൻ്റെ കീഴിലുള്ള പ്രജകളായിരുന്ന കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നത് പോലെയുള്ള അടിയാനും ഉടയാനും തമ്മിലുള്ള ബന്ധമാണോ ഇത്? ഇവിടെ ഒരു ഫെഡറൽ സംവിധാനമുണ്ട്. ആ ഫെഡറൽ സംവിധാനത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നികുതിപ്പണമായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് വരുന്ന പണം നമ്മൾ ചോദിക്കുന്നത് അർഹമായ വിഹിതമാണ്. നമ്മൾ ചോദിക്കുന്നത് ഭിക്ഷയല്ല, നമ്മൾ മുട്ടിലിഴഞ്ഞ് യാചിക്കുകയല്ല. ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്നത് ആഭ്യന്തര കൊളോണിയലിസം അടിച്ചേൽപ്പിക്കലാണ്. ബ്രിട്ടീഷ് കാലത്ത്, പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, അതിനു മുമ്പ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് എങ്ങനെയാണോ ഇവിടെ കോളനിവൽക്കരണം നടപ്പാക്കിയത്, അതുപോലെ ഇന്ന് തങ്ങൾക്ക് നേരിട്ട് അത്തരത്തിൽ ഭൂരിപക്ഷമില്ല എന്നുള്ളതൊരു കാര്യം, സഖ്യകക്ഷികളുടെ സഹായത്താലാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നോ മറ്റൊരു കാര്യം, 32% വോട്ടുകൾ മാത്രമാണ് ആകെ നേടാൻ കഴിഞ്ഞത്, എന്നിട്ടും ഇത്തരത്തിലൊരു ഗവൺമെൻറ് ഉണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക, ഭരണപരമായി ശ്വാസം മുട്ടിക്കുക, കേന്ദ്ര ഏജൻസികളെ കെട്ടഴിച്ചു വിട്ട്, ജസ്റ്റ് ലൈക്ക് ദ ഹൗൺസ്, കെട്ടഴിച്ചു വിടുന്നതായിട്ടുള്ള വേട്ടപ്പട്ടികളുണ്ടല്ലോ, അതിനെപ്പോലെ കെട്ടഴിച്ചു വിട്ടുകൊണ്ട് അതെല്ലാം ആ ആക്രമണത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കുക. എല്ലാ മേഖലയിലും അത്തരത്തിലുള്ള അതിൻ്റെ കരങ്ങളെ ഉപയോഗപ്പെടുത്തുക. ഞാൻ ഏറ്റവും ഒടുവിൽ ഒരു വ്യവസായിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയമൊന്നും ഈ വേളയിൽ പറയാനായി ഞാൻ സമയമെടുക്കുകയല്ല. ഇത് മാത്രമല്ല, രാജ്ഭവനുകൾ, ഇപ്പോഴത്തെ ലോക് ഭവനുകളെ അടക്കം അത്തരത്തിൽ രാഷ്ട്രീയ ഉപജാപങ്ങളുടെ വിഷസർപ്പങ്ങൾക്ക് മുട്ടയിടാനും അടയിരിക്കാനും വിരിയിപ്പിക്കാനുമുള്ള ഇടങ്ങളാക്കി മാറ്റുക. എല്ലാ മേഖലയിലേക്കും കടന്നുകയറ്റം നടത്തുക. യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഉള്ളപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിനെ അതിനെ എങ്ങനെ മറികടക്കുന്നതിന് വേണ്ടി ആ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ അത് കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരിക. കൺകറന്റ് ലിസ്റ്റിൽ തന്നെ യൂണിയൻ ഗവൺമെൻറ് പിടിമുറുക്കുക. ഇതൊക്കെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ബഡ്ജറ്റ് എന്നുള്ളത്, കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ചില ആളുകൾ പറയുകയുണ്ടായി, ഇപ്പോൾ അവതരിപ്പിച്ച
കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് ആന്ധ്രയ്ക്ക് വേണ്ടിയുള്ള ബഡ്ജറ്റാണ്, ബീഹാറിന് വേണ്ടിയുള്ള ബഡ്ജറ്റാണ്, ഇന്ത്യക്ക് വേണ്ടിയുള്ള ബഡ്ജറ്റ് ഇനി വരുമായിരിക്കും എന്ന ഈ കേരളം അത് ശരിയുമായിരുന്നു. കാരണം രണ്ടിടത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയായിരുന്നു. വളരെ പ്രധാനമായിരുന്നു അവിടുത്തെ വിജയമെന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഘടകം കൂടിയായിരുന്നു. രണ്ട് പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ, കേന്ദ്ര സർക്കാരെ താങ്ങി നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സഖ്യകക്ഷികളുടെ സംസ്ഥാനങ്ങൾ എന്ന നിലയിൽ ഇപ്പോൾ പരിഗണിക്കേണ്ടി വന്നാൽ അങ്ങനെ പ്രത്യേകമായി പരിഗണിക്കാം. അല്ലെങ്കിൽ വിശാലാർത്ഥത്തിൽ ഇത് രാജ്യത്തിന്റെ ആകെ ബജറ്റാണ്, എവിടത്തെങ്കിലും ഒരു കാര്യം പറയലല്ലോ എന്ന് പറയാം. പക്ഷേ അവിടെയും നമ്മൾ പ്രതീക്ഷിച്ചത് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയല്ലേ. അപ്പോൾ സ്വാഭാവികമായി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഹോട്ട് സബ്ജക്റ്റ് എന്ന നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പുതിയ അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ അക്കാര്യത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഇവിടുത്തെ BJP-ക്കാരും ഒക്കെ പ്രതീക്ഷിച്ച് കാണില്ലേ? അല്ല, BJP-ക്കാർ പല കാര്യങ്ങളും പറയും. അവർ പറയുന്നതിനൊന്നും മറുപടി പറയാനായി ഈ പാവം എന്നെ കൊണ്ട് കഴിയില്ല. കാരണം BJP-യിലെ ചങ്ങാതിമാരെ സംബന്ധിച്ച് നുണ പറയുക, നുണ പ്രചരിപ്പിക്കുക, അധർമ്മികമായ കാര്യങ്ങൾ ചെയ്യുക, അത് അവരുടെ മൗലിക അവകാശമായി അവർ വിശ്വസിച്ചു പോയിട്ടുള്ളൊരു കൂട്ടരാണ്. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. താങ്കൾ ഉൾപ്പെടെ ഉള്ളവർ സ്കൂൾ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലമായിരിക്കും 1977. 1975-77 ആഭ്യന്തര അടിയന്തരാവസ്ഥക്കാലത്തിന് ശേഷം 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ ഇന്ത്യയിൽ ഒരു അധികാര കൈമാറ്റമുണ്ടായി. അത് ഏകകക്ഷി ഭരണം അവസാനിച്ചു. ജനതാ പാർട്ടിയുടേതായ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി, പ്രൊഫസർ മധു ദണ്ഡവതെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവ് റെയിൽവേ മന്ത്രിയായി. കേരളത്തിൽ നിന്നുള്ള 20 ലോക്സഭാംഗങ്ങളും അന്ന് അവിടെ ഇന്ത്യ ഗവൺമെൻറ്, നിങ്ങളുടെ ഭാഷയിൽ കേന്ദ്ര ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിന് പിന്തുണ നൽകുന്നവരായിരുന്നില്ല. അതിന് നേരെ മറുപക്ഷമായിരുന്നു. 20 ലോക്സഭാ മണ്ഡലം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിജയിച്ചത് അന്ന് എതിരായിട്ടുള്ള ആളുകളാണ്. എന്നാൽ അറിയണം, തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ ഓഫീസ് സാക്ഷാത്കരിക്കുന്നതിന് മുൻകൈയെടുത്തത് പ്രൊഫസർ മധു ദണ്ഡവതെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് തെക്കോട്ടേക്ക് നാഗർകോവിൽ കന്യാകുമാരി ഭാഗത്തേക്ക് റെയിൽപാളം ഇട്ടത്. അങ്ങനെ റെയിൽപാത പിന്നീട് ഇപ്പോൾ നമ്മൾ ഇരട്ടപ്പാതയാക്കുന്നതിന് വേണ്ടി മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. തിരുവനന്തപുരം നോർത്ത് എന്ന് കൊച്ചുവേളിക്ക് പുനർനാമകരണം ചെയ്തു, പുതുതായിട്ടൊന്നും നടന്നിട്ടില്ല എങ്കിലും തിരുവനന്തപുരം സെൻട്രൽ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. തിരുവനന്തപുരം സൗത്ത് എന്ന നിയമത്തിന്, അത് കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ മുമ്പ് ഞാൻ പ്രതിനിധാനം ചെയ്ത ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗത്താണ് അത്. അവിടെ അതിന് പേര് സൗത്ത് എന്നിട്ടു, തിരുവനന്തപുരം സൗത്ത്. പ്രത്യേകിച്ചൊന്നും തന്നെ പ്രഖ്യാപനങ്ങൾ പോലും കഴിഞ്ഞ ഇപ്പോൾ 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അന്നത്തെ റെയിൽവേ മന്ത്രി ഈ വീഡിയോ കോൺഫറൻസിങ്ങിൽ കൂടി തന്നെ പ്രഖ്യാപിച്ചതായിട്ടുള്ള ഉദ്ഘാടനം അടക്കം നടത്തിയതായിട്ടുള്ള പല പരിപാടികളുണ്ട്. വർഷം 6 കഴിഞ്ഞു, ഇപ്പോഴും വഞ്ചി തിരുനക്കര തന്നെയാണ്. ഞാനീ പറഞ്ഞത്, ഒരു MP പോലും അത്തരത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് പിന്തുണ നൽകാതിരുന്ന കാലത്തും ഈ കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിന് വേണ്ടി അന്ന് മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രൊഫസർ മധു ദണ്ഡവതെ അന്ന് അദ്ദേഹം പരിശ്രമിക്കുകയുണ്ടായി. ഞങ്ങൾ കോട്ട് ചെയ്താൽ നിങ്ങൾക്ക് കഞ്ഞി തരാം എന്നല്ല പറയേണ്ടത്, ഞങ്ങൾ കോട്ട് ചെയ്താൽ നിങ്ങൾക്ക് സഹായം നൽകാം എന്നല്ല പറയേണ്ടത്, ഞങ്ങൾ കോട്ട് ചെയ്താൽ നിങ്ങൾക്ക് വീട് വെച്ച് തരാം എന്നല്ല പറയേണ്ടത്, ഞങ്ങൾ കോട്ട് ചെയ്താൽ ഞങ്ങളുടെ ജീവൻ രക്ഷ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നല്ല പറയേണ്ടത്. ഈ രാഷ്ട്രത്തിലെ ഗവൺമെൻറ്റാണ്. ഈ രാഷ്ട്രത്തിലെ ഗവൺമെൻറ്റിന് എല്ലാ കുട്ടികളെയും ഒരു അമ്മ എങ്ങനെയാണോ കാണുന്നത് പോലെ അതുപോലെ സ്നേഹവായ്പോടുകൂടി കരുതലോടുകൂടി കാണണം. അല്ലാതെ ഇപ്പോൾ മാധ്യമങ്ങളിൽ രാവിലെയൊക്കെ തന്നെ മന്ത്രി വരുമ്പോൾ മന്ത്രി ഉടുത്തിരിക്കുന്ന വേഷം, ആ വേഷത്തിൻ്റേതായിട്ടുള്ള പളവളപ്പ്, അതിൻ്റെ നിറം, അത് ഹാൻഡ്ലൂമാണോ അതല്ല ഹാൻഡ്ലൂമും പിന്നെ സിന്തറ്റിക്കും ചേർന്നതാണോ, ആരെങ്കിലും ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങളുടേതായിട്ടുള്ള പളപളപ്പ് വെച്ചല്ല 130 കോടി ജനങ്ങളുടെ ജീവിതത്തെ അളക്കേണ്ടതും ജീവിത നിലവാരത്തെ അളക്കേണ്ടതും. ഇവിടെ മനുഷ്യന് ജീവിക്കാനായി കഴിയണം, അതിന് തൊഴിൽ വേണം, അവർക്ക് വരുമാനം വേണം. അവരുടെ ഗാർഹിക സമ്പാദ്യങ്ങൾ ഒലിച്ചു പോവുകയാണ്. ബഡ്ജറ്റ് പരിശോധിക്ക്, ഡൊമസ്റ്റിക് സേവിങ്സിൻ്റെ ഗതികേട് എന്താണ് എന്നുള്ളത്. വീട്ടിൽ നമ്മുടെ അമ്മമാരുടെ, ആ സഹോദരിമാരുടെ കെട്ടുതാലി അടക്കം കൊണ്ടുവന്ന് പണയം വെക്കേണ്ടി വരുന്നു എങ്കിൽ ബാങ്കിങ് മേഖലയുടെ വളർച്ചയാണെന്ന് അങ്ങനെ കൊട്ടിഘോഷിക്കരുത്. അത് ഡിസ്ട്രസ് സെയിലാണ്. അങ്ങനെ കൊണ്ടുവന്ന് ഏതെങ്കിലും സ്ത്രീ അവരുടെ മോതിരം അല്ല വള അതല്ല കെട്ടുതാലി പണയം വയ്ക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം വേറെ ഒരു ഗതിയുമില്ല. അതുകൊണ്ട് എൻ്റെ പൊന്ന് സാറേ ഞാനിത് പണയം വയ്ക്കുകയാണ് എന്നുള്ളതാണ്. ഇവിടെ ഈ ഞാനിത് ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ഇന്ത്യയിലെ മധ്യവർഗം, മിഡിൽ ക്ലാസ്, ആ മിഡിൽ ക്ലാസിൻ്റെ റിയൽ ഇൻകം പോലും ഇടിയുകയാണ്. സ്ഥിരം തൊഴിലുള്ളതും ഒരു പക്ഷേ ഒരു മാസം 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെയുള്ള വരുമാനം അത്തരത്തിൽ ലഭ്യമാകുന്നതായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് എങ്കിൽ അവർക്ക് അവരുടെ ഇൻകം ടാക്സും എല്ലാം കഴിഞ്ഞ് അത്തരത്തിലുള്ള ഇതെല്ലാം കൂടി അവരുടേതായിട്ടുള്ള ഗ്രോസ് ഇൻകം എന്നുള്ള നിലയിലേക്ക്, പിന്നെ കയ്യിൽ കിട്ടുന്നത് കുറവായിരിക്കാം മറ്റ് ചിലവുകളെല്ലാം കഴിഞ്ഞിട്ടായിരുന്നാലും, പക്ഷേ അവരെല്ലാം ഒരു മിഡിൽ ക്ലാസ്സാണ്. കാരണം സ്ഥിര വരുമാനമുള്ളവർ. അവരുടെ അടക്കം അവസ്ഥ എന്താണ്? ഇപ്പോൾ നമ്മളിപ്പോൾ ഈ തീരുവ ചുങ്കം എല്ലാം ചുമത്തിയതിനെ പറ്റിയെല്ലാം പറയുന്നുണ്ടല്ലോ. ട്രംപിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ?
ട്രംപിൻ്റെ കീഴിൽ അത്തരത്തിൽ അവരുടെ ട്രംപറ്റിനടത്ത് അതിനനുസരിച്ച് തുള്ളേണ്ടുന്ന ഒരു പാവയല്ല ഇന്ത്യ എന്നുള്ളത്. യൂറോപ്യൻ യൂണിയൻ്റെ താളത്തിനനുസരിച്ച് തുള്ളേണ്ടതായിട്ടുള്ള ഒരു രാഷ്ട്രമല്ല ഇന്ത്യ എന്നുള്ളത്. നമ്മുടെ ഈ ഇന്ത്യൻ കറൻസി എന്നത് സർവകാല ഇടിവിലാണ് നിൽക്കുന്നത്, മനസ്സിലാക്കണം. ഇന്ത്യൻ കറൻസി സർവകാല ഇടിവിലാണ് നിൽക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് കടബാധ്യതയിൽ നിന്ന് കടക്കണിയിലേക്കാണ് നിൽക്കുന്നത്, വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്കാണ് ചെന്ന് വീണിട്ടുള്ളത്. അപ്പോഴാണ് ഈ ഭരണഘടനയനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടതായിട്ടുള്ള നികുതി പണത്തിൻ്റെ പങ്ക് നൽകാതിരിക്കുക, 1. 2, ആ പണം നൽകേണ്ടത് സമയത്ത് നൽകാതിരിക്കുക. 3, ഭരണഘടനയനുസരിച്ച് ഇന്ത്യ ഗവൺമെൻറ്റിന് കടമെടുക്കാനുള്ള അധികാരം പോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാനുള്ള അധികാരത്തെ സംബന്ധിച്ച് ഈ ഭരണഘടനയിൽ പറയുന്നുണ്ട്. നിയമസഭയുടെ അംഗീകാരമാണ് ഇവിടെ പറയുന്നത്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമല്ല. അവിടെ അവരുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. ഗ്രാൻസ് ഇൻ എയ്ഡ് ഉണ്ട്, അതടക്കം നൽകാതിരിക്കുകയാണ്. പലപ്പോഴായി പ്രഖ്യാപിച്ചത് നൽകാതിരിക്കുകയാണ്. എയിംസ് എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? കേരളത്തിലെ ഗവൺമെൻറ് സ്ഥലമടക്കം എടുത്തു കൊടുത്തു. അപ്പോഴും ആർക്കാ തർക്കം? തർക്കം കേരളത്തിലെ ജനങ്ങൾക്കല്ല, കേരളത്തിലെ ജനപ്രതിനിധികൾക്കല്ല. തർക്കം ആർക്കാ? തർക്കം ഇന്ത്യ ഗവൺമെൻറ്റിനും BJPക്കുമാണ് തർക്കം, അല്ലേ? അതിവേഗ റെയിൽ പാതയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ശരി, നമുക്ക് തീവണ്ടിപ്പാത വേണം, നമുക്ക് കൂടുതൽ തീവണ്ടിപ്പാത വേണം, നമുക്ക് അത്തരത്തിൽ സമയം, നമുക്ക് അത്തരത്തിൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്, ഏറ്റവും വിലപ്പെട്ടതാണ് സമയം എന്നുള്ളത്. യാത്ര ചെയ്യുന്ന ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എന്താ നമ്മളിൽ നിന്ന് ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്? എന്തെങ്കിലും ഒരു കാര്യം ഇക്കാര്യത്തിൽ പറയുന്നത് ചെയ്യണ്ടേ? വിഴിഞ്ഞം പറയുകയാണ്, വരുന്ന മന്ത്രിമാരടക്കം പ്രഖ്യാപിക്കുകയാണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഇത് രാഷ്ട്രത്തിൻ്റെ തിലകക്കുറിയാണ് എന്നെല്ലാം. ശരി, നല്ലത് തന്നെ. എവിടെ വയബിലിറ്റി ഗ്യാപ്പിൻ്റെ ഫണ്ട്? എന്താ നൽകുന്നതായിട്ടുള്ള സഹായം? നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ പഴയ ചങ്ങമ്പുഴയുടെ ഒരു പ്രസിദ്ധമായൊരു കവിതയുണ്ടല്ലോ, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്നുള്ളത്. ഇവിടെ വാഴക്കൊല അത് മൂത്തു വന്നാൽ വെട്ടിക്കൊണ്ടങ്ങ് പോകാം എന്നുള്ള നിലയിലേക്ക് ഇന്ത്യ ഗവൺമെന്റ്. അതിനെല്ലാം ന്യായീകരിക്കാനായി ചില ആളുകൾ വെട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഒരു നിരാശയുടെ ഭാഗമാണോ പ്രത്യേക പരിഗണന, അധിക പരിഗണന, അല്ലെങ്കിൽ സ്പെഷ്യൽ പരിഗണന നമുക്ക് നൽകാതെ കേരളത്തെ എന്നൊരു ചോദ്യമുണ്ട്. അല്ലെ, കേരളത്തെ അവഗണിക്കുകയല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്, കേരളത്തെ അവഹേളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തെ അവഗണിക്കുകയല്ല ചെയ്തിട്ടുള്ളത്, കേരളത്തെ അപമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് ചില ആളുകൾ വാദ്യഘോഷാദികളോടുകൂടി ഇങ്ങനെ ആഘോഷമായി കൊണ്ടുപോകണം, ഒന്നും കിട്ടിയില്ല എന്നുള്ള നിലയിലേക്ക്. കൊള്ളാം, അവരുടെ ആ നല്ല മനസ്സിന് നമോവാദം അല്ലേ പറയാൻ പറ്റുള്ളൂ.